you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. ഈ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ലൂക്ക് അങ്ങോട്ട് പോയതുണ്ടായിരുന്നോ? ആ ആൻറ്റീനെ വലിച്ചീറി ഒട്ടിക്കാൻ വേണ്ടി പോയതാ. അവനിത് എന്തിൻ്റെ കേടാ? അവൻ വല്ല അറിഞ്ഞിട്ടാണോ? ആ ആൻറ്റി പാവമല്ലേ, അവരുടെ സിറ്റുവേഷൻ കാരണമല്ല അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതാ മോനെ നിൻ്റെ കുഴപ്പം. നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ? അവരവരെ കാര്യം നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അവരുടെ ഫാമിലി പ്രോബ്ലം അത്ര തന്നെ. നമ്മൾ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്നാൽ നമ്മളെ പൈസ തരുന്ന ജോലി മാത്രം ചെയ്താൽ മതി. നിൻ്റെ ജോലി എന്താ? അവരുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുക. അതും അവിടെ നിന്ന് ആരെങ്കിലും ചെക്കിങ്ങിനൊക്കെ വന്നാൽ മാത്രം അഭിനയിച്ചാൽ പോരെ. നീ അത് മാത്രം ചെയ്താൽ മതി. എൻ്റെ പൊന്നു മോനെ, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോയി ഇടപെടാൻ പോകരുത് കേട്ടല്ലോ. എടാ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നല്ല, പൈസ തരുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്നാലും ലൂക്കയുടെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്കും ഉണ്ടായിരുന്നു അമ്മ അച്ഛനൊക്കെ, ഇപ്പം ഇല്ലയെന്നല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ പോരാഞ്ഞിട്ട് അവരവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവരെ അനുഭവിച്ചതിനൊക്കെ അവരൊരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് അഗസ്റ്റിൻ സാറ് പറഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോൾ അവരെ അനുഭവിച്ചതൊക്കെ ഈ സ്വത്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്ന് പോയടാ. ഈ കാര്യത്തിൽ ഞാൻ ലൂക്കയുടെ കൂടെ. അവനവൻ്റെ അമ്മ കെട്ടിയതിൻ്റെ ദേഷ്യവും പിന്നെ നിന്നെ കെട്ടിയതിൻ്റെ ദേഷ്യത്തിലായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും സ്വത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. എൻ്റെ പൊന്ന് കാശി, നീ എന്നെ ആലോചിച്ച് നോക്കുക. ആരെങ്കിലും സ്വത്തിന് വേണ്ടി സെക്കൻഡ് മാരേജ് ചെയ്യോ? സെക്കൻഡ് മാരേജ് ചെയ്ത ഹസ്ബൻഡ് ഉണ്ടല്ലോ അവരെ നോക്കാനായിട്ട്. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വരത്തില്ലേ? അപ്പോഴത്തേനും ഇവരുടെ എക്സ് ഹസ്ബൻഡിന് ഈ കേസ് ജയിക്കാനായിട്ട് എളുപ്പമാവും. പക്ഷേ ഇവരുടെ ഉദ്ദേശം അതൊന്നും അല്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. ശരിയായിരിക്കും, ചിലപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് സ്വത്ത് അയാൾക്ക് തിരിച്ചു വേണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പീൽ കൊടുത്തായിരിക്കും. കാരണം അത് അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണ് ഇതൊക്കെ. പിന്നെ തടിമിടുക്ക് പോലത്തെ 4-5 ആമക്കൾ ഇവരുടെ കൂടെ ആയതുകൊണ്ടും അവരുടെ ഭാഗത്തായിരിക്കും ന്യായം കോടതി നോക്കുമ്പോൾ. പക്ഷേ ഇവരിപ്പം നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരിപ്പോൾ ഇങ്ങനൊരു ഫേക്ക് മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെയാണ്. ഇവരും ഫ്രോഡാണ്. എൻ്റെ പൊന്നു കാശി, ഇങ്ങനെയുള്ള ഒറ്റ പണച്ചാക്കിനെ നീ വിശ്വസിക്കാൻ പാടില്ല. എല്ലാം ഫ്രോഡാണ്, പക്ക ഫ്രോഡ്. ഇവിടെ എനിക്ക് തോന്നുന്നു അമ്മയും മക്കളും എല്ലാം ഫ്രോഡാണ്. ആ ലൂക്കയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അവനും പക്ക ഫ്രോഡാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല, അതിൻ്റെ ഇടയിലാണ് വന്ന് പെടാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അതറിയാതെ വന്ന് പെട്ടതുകൊണ്ട് മാത്രം നമുക്കിവിടെ കിടന്ന് ഇനി മുങ്ങി നീന്താനേ പറ്റത്തുള്ളൂ. ഏതായാലും നമുക്ക് കളിക്കാൻ പറ്റുന്ന അത്രയും കളി നമുക്ക് കളിക്കാം. എന്താ നടക്കാൻ നമുക്ക് കാണാമല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ നമുക്ക് കളത്തി ഇറങ്ങേണ്ടി വരും. ആ ടൈമിൽ നമുക്ക് കളത്തി ഇറങ്ങി കളിക്കാം. അതുവരെ നമുക്ക് ഗാലറിയിൽ നിന്ന് കളി ഉണ്ടാകും പോരെ. അല്ലാതെ റിസ്കി പരിപാടികളൊന്നും എടുക്കാൻ പോണ്ട. എന്താ ആദ്യം ഇവിടെ നടക്കാൻ നമുക്ക് നോക്കാമല്ലോ. അതുകൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി എന്താ വേണ്ടതെന്ന് നോക്കാം. എന്തായാലും പണി വരും, അതുറപ്പാണ്. ലൂക്കയുടെ ഭാഗത്തുനിന്ന് 24 മണിക്കൂറും പണി വന്നുകൊണ്ടിരിക്കും. അതോട് കരുതി കൂട്ടി ഇവിടെ നിൽക്കാവും. അത് ഞാൻ നിൻ്റെ അടുത്ത് ഇപ്പോഴേ പറയാം. അത് ഞാൻ അവനെ കണ്ടപ്പോൾ തൊട്ട് ഏത് വാക്കി കൂടെ വരുന്നതെന്ന് നോക്കിയായിരിക്കുന്നത്. പറയാൻ പറ്റില്ല. അവനായോണ്ട് പണിക്ക് യാതൊരു ദാക്ഷിണ്യവും കാണത്തില്ല. അതുകൊണ്ട് എല്ലാം നോക്കി വേണം ഇരിക്കാനായിട്ട്. അത് ശരിയാ. അവനായോണ്ട് പണിയുടെ കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട. അയ്യോ, ഇത് അതുപോലെ തന്നെ ഉണ്ടല്ലോ. അതെ, നിങ്ങളെന്തോരെ അമ്മ വിളിക്കുന്നുണ്ട്, എന്തോ കാര്യം പറയാനാന്ന് പറഞ്ഞു. ഞങ്ങളെയോ? എന്തിന്? ഞങ്ങളിപ്പോഴല്ലേ അവിടെ നിങ്ങോട്ട് വന്നേ. ആവോ, എനിക്കതൊന്നും അറിയാൻ പാടില്ല. നിങ്ങളെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വരാൻ നോക്കൂ. ഇരിക്കും. ഫ്രാൻസിസ്, ഇയാൾ ശ്രദ്ധിച്ചോ? ഒരു ഫീച്ചേഴ്സും അതുപോലെയാണ്, യാതൊരു മാറ്റവുമില്ല. ഇറ്റ്സ് ആൻ അമേസിങ്. ഇയാൾക്ക് ട്വിൻ ബ്രദർ ആരെങ്കിലും? ഇഷ മാം, എന്തിനാ വിളി? അബി എടാ നോക്ക്. ഇവനെന്താ ഇവിടെ? ആരെന്താ ഇവിടെ? What the hell? ഇവനെന്താ ഇവിടെ? ആഹാ, നിങ്ങള് അങ്ങോട്ടോട്ട് കണ്ടപ്പോൾ നല്ല ഷോക്കായല്ലോ. ഡു യു നോ ഹിം? അഭിജിത്തിനെ അറിയാവോ? അതെന്ത് ചോദ്യാ മാം നിങ്ങൾ ചോദിച്ചത്? എന്നെ അവനെയും നിർത്തി പരിഹസിക്കും പോലെ ആയില്ലേ? എന്നെ എൻ്റെ അനിയൻ അറിയാതെ വേറെ ആരറിയാനാ ഈ ലോകത്ത്? മാമിനറിയോ? ഹീസ് മൈ ബ്രദർ, ട്വിൻ ബ്രദർ. എൻ്റെ ഒരു 4-5 സെക്കൻഡിന്റെ മാത്രം വ്യത്യാസത്തിൽ താമസിച്ച് പിറന്ന എൻ്റെ ഒരേ ഒരു അനിയൻ, മൈ വൺ ആൻഡ് ഓൺലി ബ്രദർ.
എനിക്ക് കണ്ടപ്പോഴേ തോന്നി നിങ്ങൾ ട്വിൻസ് ആയിരിക്കുന്നു. അല്ല, നിങ്ങൾ ഇവിടെ ജോലിക്ക് വരുന്നതെന്ന് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നോ? വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങി ഒരുമിച്ച്? ഇല്ല, ഇവൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി, അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ കണ്ടില്ല. ഓ ഗോഡ്. നോക്കൂ ഫ്രാൻസിസ്, ആ ഹെയർ സ്റ്റൈൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും അവരിൽ മാറ്റം ഉണ്ടോ? വാട്ട് എ കോയിൻസിഡൻസ്. അവർക്ക് പോലും അറിയില്ലായിരുന്നു അവർ ഒരു സ്ഥലത്താ ജോലിക്ക് വരുന്നതെന്ന്. ഗോഡ്. ഓ മാം, ഹെയർ സ്റ്റൈൽ എനിക്കിങ്ങനെയുള്ള പ്രൊഫഷണൽ ജോബ്സ് ഒക്കെ ആയതുകൊണ്ട് ഹെയർ സ്റ്റൈൽ ഇങ്ങനെ കുറച്ച് മെച്യൂർഡ് ആയിട്ട് വെക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ അവന് അല്ല, ഈ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവർക്ക് എങ്ങനെ വേണോ നടക്കാലോ, അത് അവരുടേതായ ഇഷ്ടമല്ലേ. പക്ഷെ നമ്മളിങ്ങനെയുള്ള കുറച്ച് ഇതിലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെതായ രീതിക്കല്ലേ നമുക്ക് നമ്മുടെ ബോഡി സ്റ്റൈലും കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അബി, നീ ഇതൊന്നും ബോധറേണ്ട. രാവിലെ തന്നെ നിന്റെ മെഗുട്ടേറനെ അവൻ കച്ചയും കെട്ടി ഇറങ്ങി വന്നേക്കുന്നത്. മൈൻഡ് ചെയ്യേ വേണ്ട, നീ നിന്റെ കാര്യം നോക്കി നിൽക്കാൻ നോക്ക്. എൻ്റെ പൊന്നി ഇഷ മാം, എവനെ ജോലിക്കെടുത്ത മാമിന് നല്ലതിനല്ല. എവനെ കുറിച്ച് മാമിന് അറിയാത്തോണ്ടാ. നീ ആരുടെ മൈരായതിന് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടാനായിട്ട്? ഞങ്ങളിവിടെ ആരോ ജോലിക്ക് ഉണ്ടാക്കണമെന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാം. എൻ്റെ അമ്മ അവനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അവൻ തന്നെ ഇവിടെ ജോലി ചെയ്യും. ഇനി എങ്ങാനും എൻ്റെ അമ്മ അവനെ പറഞ്ഞു വിട്ടാ ഞാനായിട്ട് അവനെ കൊണ്ട് ഇവിടെ ജോലി ചെയ്യിപ്പിക്കും, കേട്ടോ? ഹേയ് നോ, എന്റെ പേര് പറഞ്ഞ് ഇവിടെ ഒരു ഇഷ്യൂ പാടില്ല. പിന്നെ നിങ്ങൾ എന്നെ ഇവിടെ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യും. കാരണം അത് എന്റെ ആവശ്യമായി പോയില്ലേ. ഹലോ, എക്സ്ക്യൂസ് മീ, വാട്ട് യു മീൻ? താനെന്തോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ. പീറ്ററെ, നീ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാ. അവ ഒന്നും ഉദ്ദേശമല്ല പറഞ്ഞത്. ഇനി അവ എന്തെങ്കിലും ഉദ്ദേശമാണെങ്കിൽ തന്നെ ലൂക്ക അവന് ജോലി കൊടുത്ത് കഴിഞ്ഞു. പണ്ടോട്ടെ നിന്റെ സ്വഭാവം ഇതാണല്ലോ ലൂക്ക. വഴിയിൽ കൂടെ മിണ്ടാതെ പോകുന്ന പണികളെ വരെ നീ വിളിച്ച് വാക്കിയാ തണ്ണാക്കിനകത്ത് വെച്ച് കയറ്റിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാതെ കിടന്ന് അനുഭവിക്കുന്നത്. വിളിച്ച് കയറ്റിക്കോ, ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്കറിയാന്നുള്ള അഭിറാമിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ സഹിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ എടുത്ത് കളാ. എന്താന്ന് വെച്ചാൽ ചെയ്യാം. നിങ്ങളുടെ ഫാമിലി മാറ്റർ അല്ലേ, ഞങ്ങൾ ഇടപെടണ്ടല്ലോ. അബി വാടാ. കാശിനാഥൊന്ന് നിന്നേ. എടാ മൈരേ, നീ ഇത്രയൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ അവനെ പറഞ്ഞു വിടത്തില്ല. ഇനി അവൻ എന്തൊക്കെ കോത്തയടത്ത പരിപാടി കാണിച്ചാലും അവൻ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കുന്നത്, കേട്ടോ? ഓക്കെ ഫൈൻ, എനിക്കെന്താ. നിന്റെ വീട്, നിന്റെ ഫിനാൻഷ്യൽ ബിസിനസ്, നിന്റെ പണം, നിന്റെ കാറ്, നിന്റെ അമ്മ, നിന്റെ ഫാമിലി, നിന്റെ കുടുംബം. എനിക്കൊന്നുമില്ല ലൂക്ക, എനിക്കൊന്നുമില്ല. എനിക്ക് പൈസ തരുന്നു, ഞാൻ ചെയ്യേണ്ട പണി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. നിനക്ക് തോന്നുന്നതൊക്കെ നീ വെച്ച് ആട്ട്, എന്നെ ബാധിക്കണതേ അല്ല അതൊന്നും, കേട്ടോ? അബി വാടാ, പോവാം. ഐ തിങ്ക് സംതിങ് റോങ്. ആന്റിക്ക് ഇതുവരെ ഒന്നിനും തെറ്റ് പറ്റിയിട്ടില്ല. ഓക്കെ ഫൈൻ, പീറ്റർ എന്ന ആന്റിയുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ട് പോണെങ്കിൽ എന്തോ ഉണ്ട്. ആന്റി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. പീറ്ററെ, എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യപ്പെടണമെന്ന് യാതൊരു താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി അമ്മ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലും ഞാൻ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടെങ്കിലും ഞാൻ ഇവിടെ അവനെ നിർത്തും. അതെൻ്റെ വാശിയാവും. എന്തായാലും അഭിറാമിനി ഇവിടെ വേണം. ആർട്ട് പഠിക്കുന്ന നിനക്കെന്തിനാണ് പേഴ്സണൽ അസിസ്റ്റന്റ്? ബ്രഷും പെയിന്റും എടുത്തു തരാനോ? ഞാൻ അവനവിടെ ജോലിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പറഞ്ഞു വിടാനല്ല. നോക്കട്ടെ എവിടം വരെ പോകും നോക്കട്ടെ. എന്റെ മക്കളുടെയും മക്കളുടെ തന്തയുടെയും കളി. എന്നിട്ട് തീരുമാനിക്കാം ആരെയൊക്കെ നിർത്തണം, ആരെയൊക്കെ പറഞ്ഞു വിടണമെന്ന്. സോറി, ഐ എം റിയലി സോറി. ഞാൻ കാരണം ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ഇതൊരു ഇഷ്യൂ ആയെന്നാണ് തോന്നുന്നത്. റിയലി സോറി, ഞാൻ അറിഞ്ഞോണ്ടല്ലോ കേട്ടോ. ഹലോ, ഫസ്റ്റ് തിങ് എന്താന്ന് പറഞ്ഞാൽ താൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ആയ ഒരാളല്ല. അതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളാം. ഫിനാൻഷ്യലിന്റെ കാര്യം പറയാൻ വന്നാൽ ഫിനാൻഷ്യലിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും കയറി ഇടപെടാൻ വരണ്ട. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം. അതിന് പുറത്തുനിന്ന് ഒരാളെ ഞങ്ങൾ ആരും വിളിക്കുന്നില്ല. ഇയാളുടെ കുറെ സോറിയും. ആക്ച്വലി എനിക്ക് പീറ്ററുമായി യാതൊരു പേഴ്സണൽ ഇഷ്യൂസും ഇല്ല. ബട്ട് നൗ ഐ ലൈക്ക് യുവർ സ്മൈൽ and I like your eyes. So single ആണോ അതോ committed ആണോ? Hello, excuse me, mind your words, okay? Oh yeah, I'm sorry. Actually എൻ്റെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് അപ്പം മുഖത്ത് പറയണം. I think I like you. You are so hot and you are so sexy because of your smile. ഹലോ മിസ്റ്റർ അഭിറാം,
മൈൻഡ് യുവർ വേർഡ്സ്. താൻ എന്ത് ജോലിക്കാണോ വന്നത്, തന്നെ എന്ത് ജോലിക്കാണോ അപ്പോയിൻമെൻറ്റ് ചെയ്തത്, അത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ എൻ്റെ ചേട്ടൻ്റെ ചിരിയുടെ അളവെടുക്കാൻ താൻ പോണ്ട. ഓഫ് കോഴ്സ് നോ ഐ എം നോട്ട് ഗോയിങ്. എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ആൻഡ് ഐ എം റിയലി സോറി നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സിൽ ഞാൻ ഇടപെട്ടതുകൊണ്ട്. ആൻഡ് മാം എൻ്റെ ജോബ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഓഫ് കോഴ്സ് ഫ്രാൻസിസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്ക്. പിന്നെ ഓഫീസിലോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, അറിയാലോ. ഐ നോ മാം, എനിക്കറിയാം. ആൻഡ് ഹായ് ഫ്രാൻസിസ്, കമോൺ. ഓ ഈ അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാടാ? അറ്റ്ലാസ്റ്റ് ഇതെല്ലാം കൂടെ അമ്മയ്ക്ക് തലവേദന ആകുമ്പോഴേ അമ്മ പഠിക്കത്തുള്ളൂ. ആദ്യം പോയ 2 അമ്മയ്ക്ക് എന്തായാലും തലവേദനയാവും. പക്ഷെ ഈ പോയത് ഇത് തലവേദനയാവാതെ ഞാൻ നോക്കിക്കോളാം. ആരായാലും എന്തായാലും ഞാനൊരു കാര്യം പറയാം. പീറ്റർ പറഞ്ഞത് എനിക്കും പറയാവുള്ളൂ. നമ്മൾ കാണുന്നവരല്ല ആരും, പലർക്കും പല രീതിയിലുള്ള സ്വഭാവമാണ്. എന്താ അറ്റ്ലാസ്റ്റ് പറ്റുമെന്ന് പറഞ്ഞില്ല എന്ന് വേണ്ട. എനിക്കും അത്രേ പറയുള്ളൂ. അവനെ കണ്ടറിയാം, പക്ക ഫ്രോഡാ. അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഫ്രോഡത്തരം. അതുകൊണ്ട് ആലോചിച്ചും കണ്ടൊക്കെ പിടിച്ച് നിർത്താൻ നോക്കും. അതേതായാലും ഒരു ഫ്രോഡിന്റെ അടുക്ക കുറെ ഫ്രോഡത്തരം കാണിച്ചുകൊണ്ട് നിൽക്കുക ഏതായാലും ഒരുത്തരും കുറെ കാലം പറ്റത്തില്ല. ഞാൻ നോക്കട്ടെ അവ എവിടെ വരെ പോകുമെന്ന്. അവ ഒരു ഫ്രോഡാണെങ്കിൽ ഞാൻ അവനേക്കാൾ അൾട്രാ ലെവൽ ഫ്രോഡാ. അപ്പം എൻ്റെ മുമ്പ് കുറച്ചൊക്കെ അവന് പിടിച്ചിരിക്കാൻ പറ്റും. അതേ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ആ പോയ കാശിയെ പിടിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ അവൻ്റെ മുമ്പ് ജയിക്കാനായിട്ട് ഏത് ഫ്രോഡിനെ വേണമെങ്കിലും വീട്ടിൻ്റെ അടുക്കള വേണമെങ്കിലും ഞാൻ കയറി താമസിപ്പിക്കും. എനിക്ക് അവൻ്റെ മുമ്പ് ജയിച്ചാൽ മതി, അവൻ്റെ ഒരുത്തൻ്റെ മുമ്പ്. അത് എങ്ങനെയെങ്കിലും മതി. അവൻ ഈ ടൈമിൽ ഇവിടെ കയറി വന്ന് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ പൊന്ന് കാശി നീ ഉറപ്പിച്ചോ, അവന് വേറെന്തോ ഉദ്ദേശമുണ്ട്. വേറെന്തോ ഉദ്ദേശത്തിൽ അവൻ ഈ വീട്ടിൽ കയറി വന്ന് കളിക്കാൻ വന്നേക്കുന്നത്. അത് നമ്മൾ കയറിയ വീട്ടിൽ തന്നെ. എടപ്പുല്ലേ അഭിനീതി അടങ്ങും. ആദ്യം അവൻ ചിലപ്പോൾ നമ്മൾ കണ്ട പോലെ കോയിൻസിഡൻ്റ് ആയിട്ടാണോ നമ്മളെ കണ്ടെങ്കിലോ? കോയിൻസിഡൻ്റ് അല്ല എൻ്റെ പൊന്നളിയാ, നീ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, അല്ലെങ്കിലും ഞാൻ മുഴുവൻ പിരിയും വിട്ടാ നിൽക്കുന്നത്. അളിയ നിനക്ക് അവൻ്റെ ജോലി എന്താണെന്നറിയാമല്ലോ? ശരിയാ, അവൻ എന്നെക്കാളും കുറച്ച് ഫിനാൻഷ്യലായിട്ടും എല്ലാ പഠിത്തവും എല്ലാ സെറ്റപ്പും ഉണ്ട്. എൻ്റെ ഏട്ടനൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാം, അപ്പം ലാഭം കിട്ടാത്ത ഒരു പണിക്കും ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല. അത് ചതിയിലൂടെ ആണെങ്കിലും കള്ളത്തരത്തിലൂടെ ആണെങ്കിലും. ഇന്ന് അവ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതും ഹോം ഫിനാൻഷ്യൽ മാനേജറായിട്ട് അവ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അതിൻ്റെ മുമ്പിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ പൊന്ന് കാശി നീ ഓർത്ത് വെച്ച എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒരു കാര്യം പറയാം. ഏറ്റവും ലാസ്റ്റ് ഇവ എന്തെങ്കിലും കണ്ണാകുണ്ടത്തരം ഉണ്ടാക്കി വെച്ചിട്ട് ഞാനാണ് അതിലൊക്കെ ഒന്നും പറഞ്ഞുകൊണ്ടാകണമെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് എൻ്റെ വായിരിക്കുന്നത് കേൾക്കാൻ പോകുന്നത്. എൻ്റെ പൊന്നളിയാ, നിന്നെ എന്തിനാണ് എല്ലാവരും പറയുന്നത്? അതൊന്നും നീയല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ നിനക്കെന്നും പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിൻ്റെ കൂടെ ഞാൻ കാണും. നിൻ്റെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നിന്നെ അവനെ കണ്ട് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഇവിടെ ഉള്ളവർക്കുണ്ട്. അത് നീ ആദ്യം മനസ്സിലാക്കും. അവ എന്തോ കാണിച്ചിട്ട് പോട്ടെ. നിൻ്റെ ഏട്ടനാന്നുള്ളൊരു കുറവ് മാത്രമേ നിനക്ക് വന്നിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല. നീ അവൻ്റെ കാര്യം വിടാൻ നോക്കും, വേറെ വല്ല സംസാരിക്കാം. അവ എന്താണെന്ന് വെച്ചാൽ ആട്ടിയിട്ട് പോട്ടെ, നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. എൻ്റെ പൊന്നബി നീ അത് കള. നീ എന്തോ കാശി പറയുന്നത്? എന്ത് കളയാനാളിയാ? അവൻ്റെ മൂഞ്ചി കാണാതിരിക്കാനല്ലേ അളിയാ ഞാൻ വീട്ടിൽ നിന്ന് വരെ താമസം മാറ്റിയത്. എത്രത്തോളം ഞാൻ അവനിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്നു അത്രത്തോളം അവൻ എൻ്റെ അടുത്തോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക, ഓരോ പ്രശ്നങ്ങളും ഗുലുമാലുമായിട്ട്. എനിക്ക് എന്നെ അറിഞ്ഞൂടെ എൻ്റെ പൊന്നളിയാ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോഴും പറഞ്ഞേക്കാം. നീ അടങ്ങ്. എന്തായാലും അതെല്ലാം വരുമ്പോഴല്ലേ, അപ്പോഴത്തെ പ്രശ്നം അപ്പം നോക്കാം. ഇപ്പോൾ ഇവിടെ ഒന്നും നടന്നില്ലല്ലോ, നീ സമാധാനപ്പെടും. എന്ത് പ്രശ്നം വന്നാലും നിൻ്റെ കൂടെ ഈ കാശിയാണ്. ഇത് കാശി നിനക്ക് തരുന്ന വാക്കാ, പോരെ? സമാധാനപ്പെട്ടിരിക്കാൻ നോക്കാം. റാം സാർ, ഇതാണ് സാറിന്റെ റൂം. വേണ്ട ഫ്രാൻസിസ്, നമ്മുടെ ഇവിടുത്തെ അഭിനയമൊക്കെ ഈ റൂമിന് പുറത്ത് മതി, ഇതിന്റെ അകത്ത് വേണ്ട. എനിക്ക് നീ ആരാന്നും നിനക്ക് ഞാൻ ആരാന്നും നന്നായിട്ട് അറിയാലോ. നമ്മുടെ സ്റ്റീഫൻ സാർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമുക്കെല്ലാം. നമ്മുടെ ഈ അഭിനയമൊക്കെ അതുകൊണ്ട് ഇതിന്റെ പുറത്ത് മതി. അല്ല, സാറ് വിളിച്ചായിരുന്നോ? ഇതുവരെ എല്ലാം ഓക്കെയാണ്. പിന്നെ ആ ചെക്കനെ കണ്ടുപിടിച്ച മാത്രം സാറിന്റെ അറിവിലല്ല. അതിന് സാറിന് എൻ്റെ അടുത്ത് ചെറിയൊരു അരിശമുണ്ട്, ഇല്ലാന്നല്ല. അത് ഇന്നലെ എന്നോട് വിളിച്ച് ചോദിച്ചായിരുന്നു അത് ഏതാ ചെക്കനെന്ന്. സാറിന്റെ PA സാറിനോട് പോയി പറഞ്ഞു ഫ്രാൻസിസാ കണ്ടുപിടിച്ചതെന്ന്. അതിന് എനിക്ക് ഇന്നലെ വേഷ കിട്ടി. ഏതായാലും പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരുമല്ലേ. ആ ചെക്കനോട് പൈസയുടെ കാര്യം മാത്രമേ ഓക്കെ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഇവിടുത്തെ പ്രശ്നങ്ങളോ ഒന്നും ആ കാശിനാഥ് എന്ന് പറഞ്ഞ പയ്യന് ഒന്നും അറിയത്തില്ല. കാശിനാഥ് അവനൊന്നും പ്രോബ്ലമേ അല്ല നമുക്ക്. എനിക്ക് കുഞ്ഞിനെ അറിയാന്നുള്ളതാ. എൻ്റെ അനിയനില്ലേ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അവരൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ എൻ്റെ അനിയൻ കുറച്ച് മൂത്തതാ. അവൻ എന്തൊക്കെ ചിന്തിക്കുന്നോ അതായിരിക്കും കാശിയും ചിന്തിക്കുന്നത്.
രണ്ടും കൂടി പ്ലാൻ ചെയ്ത് കുരുട്ട് ബുദ്ധിയിൽ വല്ല ഒപ്പിച്ചാലേ ഉള്ളൂ. അല്ലാതെ അവന്മാരെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇപ്പൊ കാശിനാഥിന് നല്ല പൈസയുടെ ആവശ്യമുണ്ട് കാശിക്ക്. അതുകൊണ്ട് കാശി എന്ത് തെണ്ടിത്തരവും കാണിക്കും. അതിന് കൂട്ട് എന്റെ അനിയനെ നിൽക്കും. അതുകൊണ്ട് പൈസയുടെ കാര്യം നോക്കിയിട്ടാണെങ്കിൽ അവന്മാർ ഈ വക കാര്യത്തിലൊന്നും കയറി ഇടപെടുമെന്ന് തോന്നണ്ട. പക്ഷെ പേഴ്സണലി എന്തെങ്കിലും ഇൻ കേസ് ലൂക്കയായിട്ട് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ രണ്ടെണ്ണം കൊണ്ട് ഇറങ്ങാവും. രണ്ടും അതിൽ കയറി ഇടപെടുകയും ചെയ്യും. അപ്പൊ തന്നെ സീനാവും. ലൂക്കയെ പേടിക്കണം. ഇവിടെ 24 മണിക്കൂറും ഇഷ മാമോ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇഷ മാം, ഫ്രാൻസിസ്, സ്റ്റീഫൻ സാറിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. വർഷങ്ങളായി നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് മുച്ചോട് മുടിക്കാൻ. ഇതുവരെ നീ അത് ചെയ്തിട്ടില്ല. നിനക്ക് കഴിവില്ലാത്തോണ്ടാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത്. ഇഷ 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 വലിയ സാമ്രാജ്യത്തിന് ഒറ്റക്കൊട്ടില് താഴെ തള്ളിയിട്ടിട്ടേ ഇനി ഇവിടെ നീ അഭിറാമ് പോവും. അത് അഭിറാമ് സ്റ്റീഫൻ സാറിന് വാക്കും കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. എന്നെ കൊണ്ട് ഇതുവരെ നടക്കാത്തത് നിന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. യാ ഓഫ് കോഴ്സ്, നടക്കുമെന്നല്ല നടത്തിയിരിക്കും ഈ അഭിറാമ്. എന്നിട്ട് ഈ വീട്ടിന്റെ പടിയിറങ്ങത്തുള്ളൂ. കർത്താവേ, ഇതുവരെ അഗസ്റ്റിനിച്ചാൻ യാതൊരു ഡൗട്ടും ഇല്ല. ഇനിയും പിടിയെടുക്കരുത്. പിന്നെ ഞാൻ എന്താ അഗസ്റ്റിനിച്ചായ ചെയ്യണ്ടേ? എനിക്ക് മടുത്തു. എന്റെ പൊന്നുമോളെ, നീ സമാധാനപ്പെട്. പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരട്ടെ. ഒന്ന് മാറുമ്പോ ഒന്നെന്ന് വിചാരിച്ച് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. നിന്റെ കൂടെ എന്തിനു അഗസ്റ്റിനിച്ചായും കൂടെ ഇല്ലേ? ആരെ കൊണ്ടായിട്ട് എന്താ കാര്യം? അഗസ്റ്റിനിച്ചാന് നന്നായിട്ട് അറിയാം. എല്ലാവർക്കും ശത്രുക്കൾ പുറത്തുനിന്നാ. എനിക്കെന്റെ ഭർത്താവും എന്റെ മക്കളും എനിക്കെതിരെ നിൽക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണ്ടേ? എന്റെ കുഞ്ഞെ, നീ സമാധാനപ്പെട്. മക്കളല്ലേ, നിന്റെ മക്കളല്ലേ. നിന്നെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവന്റെ കാര്യം, അവൻ തീരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളും തീരും. അതിന് എന്നാ അഗസ്റ്റിനിച്ചായ? അതിന് എന്നാ? കൊറേ ആയല്ലോ. അത് നടക്കും പറഞ്ഞ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ ആയില്ലേ? അതൊക്കെ നടക്കും. ദുഷ്ടന്മാരെ ദുഷ്ടത്തികളെയും പന പോലെ വളർത്തുന്നല്ലേ ദൈവം. വളർത്തട്ടെ. എവിടം വരെ പോകും നമുക്ക് കാണാം. എന്റെ മോള്, ഞാൻ അത് പറയാനല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. മോളെ, യൂറോപ്പിലെ ഞാൻ പറഞ്ഞില്ല അന്നത്തെ പ്രോജക്റ്റിന്റെ കാര്യം, അത് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. മോള് പോയി സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ പ്രോജക്റ്റ് അപ്രൂവൽ ആവത്തുള്ളൂ. മോള് യൂറോപ്പിൽ പോകാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ലാന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീഫൻ പോവും. സ്റ്റീഫൻ പോയാൽ പിന്നെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. മക്കളെ ആരെങ്കിലും പറഞ്ഞു വിടാന്ന് വെച്ചാൽ അതിനും പറ്റത്തില്ല. കാരണം ഈ കാണുന്ന സ്വത്തിന്റെയൊക്കെ അവകാശിയായിട്ട് കൊടുത്തിരിക്കുന്ന ഇഷ സ്റ്റീഫൻ എന്നാ. അപ്പൊ പിന്നെ ഒന്നീ സ്റ്റീഫൻ പോവാ അല്ലെങ്കിൽ ഇഷ പോവാ. ഒന്നാം അവകാശി ഇഷ ആയതുകൊണ്ട് തന്നെ ഇഷ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സ്റ്റീഫൻ അവിടെ ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്റെ മോള് അതിന് പോവാൻ നോക്ക്. പറ്റുമെങ്കിൽ നാളെ തന്നെ. അതെങ്ങനെ ഇച്ചായ തന്നെ കണ്ടില്ലേ? വന്നവരും ഇവിടെ ഉള്ളവരും എല്ലാരും അടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പിന്നെ എങ്ങനെ ഇതിനേക്കൂടെ ഒറ്റക്കിട്ടിട്ട് പോകുന്നേ? മോളെ, കൂടിപ്പോയ 1 മാസത്തെ കാര്യം. അതിനേക്കാളും കൂടില്ലല്ലോ. മോള് പോയി സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം പോരല്ലോ. അവിടെ നിന്ന് എല്ലാം ശരിയാക്കി കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ മോളുടെ കളിക്കളത്തിൽ കയറി കളിക്കും സ്റ്റീഫൻ. അതുകൊണ്ട് മോളിത് പോയേ പറ്റൂ. പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തതെല്ലാം വെറുതെ ആവും. എന്തായാലും ഞാൻ പോവാതിരുന്ന അങ്കിള് പറഞ്ഞ പോലെ ഞാൻ ഈ ചെയ്തെല്ലാം വെറുതെ ആവും. വെറുതെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വെറും കോമാളിയാവും. അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. എന്നാ മോള് സമാധാനപ്പെടും. എല്ലാം ശരിയാവും മോളെ. എന്നാ ഇച്ചാൻ അങ്ങോട്ട് ഇറങ്ങുമോ? പ്ലാൻ ചെയ്തതിനൊക്കെ വിപരീതമായിട്ടാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. എങ്ങാനും ഞാൻ പോയി സൈൻ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതും ഈ സ്വത്തും പണവും എല്ലാം എൻ്റെ നിന്ന് പോകും. എല്ലാം അതൊന്നും പോവാൻ ഞാൻ അനുവദിച്ചോളാം. രണ്ടും ഞാൻ എന്തിനാണ് ഈ ഫേക്ക് മാരേജ് ചെയ്തത്? അതൊക്കെ വെറുതെ ആവും. അതിന് ഞാൻ ഇവിടെ നിന്നേ പറ്റൂ. ഇപ്പൊ എന്താ ചെയ്യാം? പോവാതിരുന്നാലും ശരിയാവത്തില്ല, പോയാലും ശരിയാവത്തില്ല. പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചെക്കിങ്ങിന് ആൾ വരുമ്പോൾ ഇതെല്ലാം ഫേക്കാന്ന് മനസ്സിലാവും. ചെക്കിങ്ങിന് വരുമ്പോൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ബിസിനസ് ട്രിപ്പിന് പോയെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു ഇഷ്യൂസും ഇല്ല. ബട്ട് ഞാനിവിടെ നിന്നില്ലെങ്കിൽ എൻ്റെ പ്ലാൻ, ഓ ഗോഡ്, ഞാൻ പോയേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ കാണുന്നതൊന്നും എനിക്ക് അനുഭവിക്കാനുള്ള യോഗം പിന്നെ കാണില്ല. യെസ്, ഐ ഹാവ് ടു ഗോ. Oh God! Fucking days.